പോത്തൻസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ കേക്കാണ്. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ബേക്കിംഗ് ട്രേ ഈ പാത്രത്തിൻ്റെ സൈഡിലൊന്നും ടച്ച് ചെയ്യാത്ത വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് അടച്ചിട്ട് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെക്കാം. ഇനി ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉണങ്ങിയ വെള്ളമൊന്നുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് സോൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന അൺസോൾട്ടഡ് ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി നന്നായിട്ട് ക്ലീനായ ഒരു പാത്രത്തിലേക്ക് ഒരു 3 റൂം ടെമ്പറേച്ചറുള്ള മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ സ്പീഡിലിട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൈനാപ്പിളിൻ്റെ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ വാനില എസൻസ് 1 ടീസ്പൂണോളം എടുത്താൽ മതിയാവും. മുട്ടയൊക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല പോലെ പതഞ്ഞ് നല്ല ക്രീമി ആവുന്നത് വരെ നന്നായിട്ട് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഒരു 2 പ്രാവശ്യമായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോഴേക്കും വളരെ മയത്തിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. മൈദയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 50 ഗ്രാം സോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചെറുതീയിൽ വെച്ചിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ മതി. ഇനി ഈ ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ട്രേ നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പ്രീ ഹീറ്റായി കിടക്കുന്ന പാത്രത്തിലേക്ക് നമുക്കൊരു തട്ടോ എന്തെങ്കിലും ഒരു പാത്രമോ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടിക്കൊടുക്കണം. ഇതിൻ്റെ എയർ ഒന്നും ഒട്ടും വെളിയിൽ പോകരുത്. അപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ലോ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം ഒരു എക്സാക്റ്റ് ടൈം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേക്ക് ബേക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ ഒന്ന് കുത്തി നോക്കുമ്പോഴേക്കും ക്ലിയർ ആയിട്ട് വരുന്നത് വരെ ബേക്ക് ചെയ്തെടുക്കുക. എന്തായാലും ഒരു 45 മിനിറ്റ്സിൽ കൂടുതലെടുക്കും. അപ്പോൾ അതിനുശേഷം മാത്രമേ ഉള്ളൂ തുറന്ന് നോക്കാവുള്ളൂ. 50 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു ടവലിട്ട് 2-3 മിനിറ്റത്തേക്ക് ഒന്ന് മൂടി കൊടുക്കാം. തണുത്തതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് നമുക്ക് മാറ്റാം. നന്നായിട്ട് തണുത്തതിന് ശേഷം കേക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഒരു ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ടീ ടൈം കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.